നമസ്കാരം. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതസംവരണം കിട്ടുന്നുണ്ട് എന്നാണ് BJP പറയുന്നത്. സംഘപരിവാർ കുറെ കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു ആരോപണമാണിത്. മുസ്ലിങ്ങൾക്ക് മതസംവരണം കിട്ടുന്നുണ്ട്. സംഘപരിവാറിന് പുറത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരുമായ പല ആളുകളും മുസ്ലിങ്ങൾക്ക് മതസംവരണം കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. സമാനമാണ് പല ആളുകളും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത്. മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറയുന്നത് BJP-ക്കാർ മാത്രമല്ല, CPM-കാർ മാത്രമല്ല, ചില കോൺഗ്രസ്സുകാരും കൂടിയാണ്. MSF എന്ന വിദ്യാർത്ഥി സംഘടന ഒരു മതവിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയുന്നത് ABVP-ക്കാരും SFI-ക്കാരും മാത്രമല്ല, KSU-ക്കാർ കൂടിയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മതപരമായി സംവരണം കിട്ടുന്നുണ്ടോ, മുസ്ലിം ലീഗ് ഒരു മത സംഘടനയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ രാജ്യം നിരവധി മതങ്ങളെയും സമുദായങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ഒരു ബഹുസ്വര സമൂഹമാണ്. മതത്തെയും സമുദായത്തെയും കൃത്യമായി വിവേചിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ മതസംവരണം എന്ന ആരോപണത്തിൽ വിശ്വസിച്ചു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിലാണ്. ഒരു നായർ സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ കുട്ടികളാണെങ്കിൽ അവർ നായർ സമുദായത്തിലാണ് ജനിക്കുന്നത്. ഈഴവ സമുദായത്തിലെ മാതാപിതാക്കളുടെ കുട്ടികളാണെങ്കിൽ അവർ ഈഴവ സമുദായത്തിൽ ജനിക്കുന്നു. നമ്പൂതിരി സമുദായത്തിലെ കുട്ടികളാണെങ്കിൽ ആ സമുദായത്തിലാണ് അവർ ജനിക്കുന്നത്. അതേപോലെ മുസ്ലിം മാതാപിതാക്കളുടെ കുട്ടികൾ ജനിക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ്. നമ്മുടെയൊക്കെ SSLC ബുക്കുകളിൽ നമ്മുടെ പേരും മാതാപിതാക്കളുടെ പേരും വീട്ടുപേരും ഒക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്ത കോളം നിങ്ങളുടെ മതം ഏതാണ്, ജാതി ഏതാണ് എന്ന കോളമാണ്. അതിൽ ഹിന്ദുക്കളുടെ SLC ബുക്കുകളിൽ മതം എന്നിടത്ത് ഹിന്ദു എന്നും, ജാതി അല്ലെങ്കിൽ സമുദായം എന്നിടത്ത് നായർ അല്ലെങ്കിൽ ഈഴവ അല്ലെങ്കിൽ നമ്പൂതിരി അല്ലെങ്കിൽ പറയ, പുലയ, തീയ തുടങ്ങി അവരുടെ സമുദായത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടാകും. അതേപോലെ മുസ്ലിങ്ങളുടെ SLC ബുക്കിൽ മതം എന്നിടത്ത് ഇസ്ലാം എന്നും, സമുദായം എന്നിടത്ത് ജാതി അല്ലെങ്കിൽ സമുദായം എന്നിടത്ത് മുസ്ലിം എന്നുമാണ് നമ്മൾ എഴുതി കാണുക. നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ നമുക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ലാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് നമ്മുടെ സമുദായം. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റുമായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിക്ക് ശബരിമല മേൽശാന്തിയാവാൻ അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. മതം പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് തിരഞ്ഞെടുക്കാൻ സാധിക്കും, അയാൾക്ക് അത് ഉപേക്ഷിക്കാൻ സാധിക്കും, അയാൾക്ക് മറ്റൊരു മതത്തിലേക്ക് മാറാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഇസ്ലാമിന്റെ കടുത്ത വിമർശകരായ ഒരുപാട് പേരെ നമുക്കറിയാം. ജാമിദയെ പോലെ, ജബ്ബാറിനെ പോലെ, ആരിഫ് ഹുസൈനെ പോലെയൊക്കെയുള്ള നിരവധി പേർ, നമ്മുടെ ഷുക്കൂർ വക്കീലിനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഒരുപാട് പേരെ നമുക്കറിയാം. ഇവരൊക്കെ ഇസ്ലാം മതത്തെ പിന്തുടരുന്നില്ല എന്ന് മാത്രമല്ല, ആ മതത്തിന്റെ കടുത്ത വിമർശകർ കൂടിയാണ്. പക്ഷേ അവർക്ക് മുസ്ലിം സംവരണം കിട്ടുന്നതിൽ തടസ്സമുണ്ടാവില്ല. കാരണം അവർ ജനിച്ചു വീണ സമുദായം മുസ്ലിം സമുദായമാണ്. നമ്മുടെ മന്ത്രി MP രാജേഷിന്റെ ഭാര്യയ്ക്ക് മുസ്ലിം സംവരണം വഴി ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരാൾക്ക് പ്രായപൂർത്തിയായ ശേഷം അയാൾ തെരഞ്ഞെടുക്കുന്ന ജീവിത രീതിയാണ് അയാളുടെ മതം. എന്നാൽ സമുദായം ഇതൊന്നുമല്ല. അയാൾ പിറന്നു വീണപ്പോൾ അയാൾക്ക് കിട്ടിയതാണ്. സമുദായത്തിന് രാജ്യം അനുവദിച്ചു കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും സമുദായത്തിൽ പിറന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. അതിന് മതവുമായി യാതൊരു ബന്ധവുമില്ല. മുസ്ലിങ്ങളുടെ സാമൂഹ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ലത്തീൻ സമുദായത്തോടും ഈഴവ സമുദായത്തോടുമൊപ്പം OBC വിഭാഗത്തിലാണ് മുസ്ലിങ്ങളെ ചേർത്തിയിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവേണ്ടത് മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് കത്തെഴുതിയ സംഘടനയാണ് RSS. അതായത് അതൊരു മതസംഘടനയാണ്. എന്നാൽ ഈ കാലം അത്രയും ഇപ്പൊ കേരളത്തിൽ തന്നെ പലപ്പോഴും ഭരിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും ഖുർആൻ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് ഭരിക്കണം, അല്ലെങ്കിൽ ഹദീസ് അടിസ്ഥാനമാക്കി ഭരിക്കണം, ശരീഅത്ത് അടിസ്ഥാനമാക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പഞ്ചായത്തെ ശരീഅത്ത് അടിസ്ഥാനമാക്കി ഭരിക്കണം എന്ന് ഒരിടത്തും മുസ്ലിം ലീഗ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പകരം മുസ്ലിം ലീഗ് പറയുന്നത് മന്ത്രിസഭയിലും പാർലമെന്റിലും നിയമസഭയിലും അധികാര കേന്ദ്രങ്ങളിൽ ആനുപാതികമായി മുസ്ലിങ്ങൾക്ക് സംവരണം വേണമെന്നാണ്. ആ സംവരണം കൊടുക്കുന്ന സമയത്ത് ഇയാൾ ഇസ്ലാം മതം പിന്തുടരുന്ന ആളാണോ അല്ലേ എന്നത് മുസ്ലിം ലീഗിന്റെ പരിഗണനയിലേ ഇല്ല. അയാൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിൽ അയാൾ സംവരണത്തിന് അർഹനാണ്. മതം അവിടെ പരിഗണിക്കുന്നേ ഇല്ല. ഇനി മറ്റൊരു കാര്യം നോക്കൂ, 6 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകൾ ക്രീമി ലെയറിൽ ഉൾപ്പെടും. അവർ സംവരണത്തിന് പുറത്താകും. അവർ മുസ്ലിം ആണെങ്കിലും സംവരണത്തിന് പുറത്താകും. അതായത് മുസ്ലിം ആയതുകൊണ്ടല്ല ഒരാൾക്ക് സംവരണം കൊടുക്കുന്നത്, അയാളുടെ സമുദായത്തിന്റെ സാമൂഹ്യാവസ്ഥ
പരിഗണിച്ചുകൊണ്ടാണ്. MSF എന്ന വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ക്യാമ്പസുകളിൽ മതം നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. ആ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസ സംബന്ധമായി അവരുടെ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായി അവർക്ക് അവസരങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് MSF പ്രവർത്തിക്കുന്നത്. അതൊരു സമുദായ സംഘടനയാണ്, അതൊരു മതസംഘടനയല്ല. മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് സമുദായത്തിന് വേണ്ടിയാണ്, സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, മതത്തിന് വേണ്ടിയിട്ടല്ല, മതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി അങ്ങനെ സാമുദായികമായി പ്രവർത്തിക്കാൻ പാടുണ്ടോ? ഉണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 നൽകുന്ന അവകാശമാണ്. സാമൂഹ്യമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒക്കെ സാമുദായികമായി മനുഷ്യർക്ക് സംഘടിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന വകവെച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സംഘടിച്ചവരാണ് നമ്മൾ കാണുന്ന NSS, SNDP, മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളൊക്കെ ആ രീതിയിലാണ് സംഘടിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് NSS രാഷ്ട്രീയമായി സംഘടിക്കാത്തത് എന്ന്. NSS രാഷ്ട്രീയമായി സംഘടിക്കാത്തത് NSSന് രാഷ്ട്രീയമായി സംഘടിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം നിങ്ങൾ നോക്കൂ, ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിസഭയിൽ 10 മന്ത്രിമാർ നായർ സമുദായത്തിൽ നിന്നാണ്. കേരളത്തിലെ നായന്മാരുടെ ജനസംഖ്യാനുപാതികമായ കണക്കെടുത്താൽ പരമാവധി 2 മന്ത്രിമാർ മാത്രമേ നായർ സമുദായത്തിൽ നിന്നുണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ 10 മന്ത്രിമാർ അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ സർക്കാർ ഉദ്യോഗം എടുത്തു നോക്കിയാലും ജനസംഖ്യാനുപാതികമായി നായർ സമുദായത്തിന് കിട്ടേണ്ടതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും സർക്കാർ സർവീസിൽ അവരുണ്ട്. രാഷ്ട്രീയമായി സംഘടിച്ചുകൊണ്ട് സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു മുദ്രാവാക്യം ഉയർത്താനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് NSS രാഷ്ട്രീയമായി സംഘടിക്കാത്തത്. ആ ആവശ്യം ഉള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് സാമുദായികമായി സംഘടിക്കുന്നത്. കേരളത്തിൽ 26% മുസ്ലിങ്ങൾ ഉള്ളപ്പോൾ സർക്കാർ സർവീസിൽ 12% മാത്രമാണുള്ളത്. MP-മാരുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ കണക്കെടുത്താൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സാമുദായികമായി സംഘടിക്കുന്നത്, സാമുദായിക രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് എന്ന്. ഇനി ഈ സാമുദായിക സംഘടന ഇന്ത്യയിൽ മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പിട്ട ഉടമ്പടികൾ പ്രകാരം ഓരോ രാജ്യത്തും അതാത് രാജ്യത്തെ സമുദായങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കാനുള്ള അവകാശം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പൗരന്മാർക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മതവും സമുദായവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുക. ആണ്ടിനൊരിക്കൽ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവരും പോകാത്തവരും, ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോകുന്നവരും പോകാത്തവരും ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മതം പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവർക്ക് മുസ്ലിം സമുദായത്തിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. മറ്റൊരു മതക്കാരനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനോ പലിശ വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ മദ്യപിക്കുന്നതിനോ വ്യഭിചരിക്കുന്നതിനോ ഒന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു തടസ്സവുമില്ല. അത് ചെയ്യുന്നത് കൊണ്ട് അയാളുടെ സംവരണം ഇല്ലാതായി പോവുകയുമില്ല. അയാൾക്ക് സമുദായത്തിന്റെ പേരിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. എന്നാൽ ഒരാൾ ഇസ്ലാം മതവിശ്വാസിയാകണമെങ്കിൽ അയാൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അയാൾ ആ വിശ്വാസം തിരഞ്ഞെടുക്കണം. അയാൾ 5 നേരം നിസ്കരിക്കണം, അയാൾ മതത്തിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം, അയാൾ 30 ദിവസം റമദാൻ മാസത്തിൽ അയാൾ നോമ്പെടുക്കണം, അയാൾ സക്കാത്ത് കൊടുക്കണം, അയാൾ ഹജ്ജ് ചെയ്യണം, അയാൾ മദ്യപിക്കാൻ പാടില്ല, അയാൾ വ്യഭിചരിക്കാൻ പാടില്ല. മതപരമായ ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഈ മതത്തിൽ ജീവിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് ഒരാൾ മതവിശ്വാസിയായി മാറുന്നത്. ആ മതത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല സംവരണം കൊടുക്കുന്നത്, ആ മതത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല സമുദായ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. സമുദായ സംഘടനകൾ മതസംഘടനകളല്ല, അവർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സമുദായ സംവരണം മതസംവരണമല്ല, അത് മറ്റെല്ലാ സമുദായങ്ങളിലെയും പോലെ സമുദായത്തിൽ ജനിച്ചു വീണ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. സംഘപരിവാറിന്റെ കുപ്രചരണങ്ങൾ വിശ്വസിക്കാതിരിക്കുക, തെറ്റിദ്ധാരണയുണ്ടായവർ അത് തിരുത്തുക. വീണ്ടും കാണാം.